മലരിക്കലിൽ വന്നപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് ഒന്ന് നിരാശപ്പെട്ടെങ്കിലും ഇതൊരു സൺറൈസ് വ്യൂ പോയിന്റ് ആയതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് സൺറൈസ് കണ്ട് നിൽക്കാൻ പറ്റി. ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സൺറൈസ് കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് മലരിക്കലിൽ താമസിക്കുന്ന കുറച്ച് ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ആമ്പൽപ്പൂക്കളുള്ള മറ്റൊരു ലൊക്കേഷൻ അവർ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ. രാവിലെ ഇവിടെ വന്നപ്പോൾ നല്ലപോലെ മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ സൂര്യോദയമൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റിലൊക്കെ നല്ല വ്യത്യാസം വന്നു തുടങ്ങി. നല്ല പോലെ ഇരുണ്ട് കിടക്കുന്ന കാർമേഘമൊക്കെ ഒന്ന് മാറി കുറച്ച് വെളിച്ചം വന്നു തുടങ്ങി. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോഴാണ് നമുക്ക് കുറച്ച് ആശ്വാസം വന്നത് കേട്ടോ. അതുവരെയും ചെറിയൊരു ടെൻഷനായിരുന്നു. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉദ്ദേശിച്ച പോലെ പോയി വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയം തന്നെയായിരുന്നു. എന്തായാലും മഴയൊന്ന് മാറി വന്ന സ്ഥിതിക്ക് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. പുതിയ പാലം വല്ലതായിരിക്കും കേട്ടോ. അല്ല ബോട്ടിംഗ് ഉണ്ടോ ചെറിയ. രാവിലെ റൂമിൽ നിന്ന് മലരിക്കലിലോട്ട് പോയപ്പോൾ ഈ സ്കൈ വാക്ക് പാസ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. തിരിച്ച് മലരിക്കലിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോയപ്പോഴും ഈ സ്കൈ വാക്ക് ഒന്നുകൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ഓരോ തവണ സ്കൈ വാക്ക് പാസ് ചെയ്ത് പോകുമ്പോഴും ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. മാത്രമല്ല ഈ സ്കൈ വാക്ക് കാണുമ്പോൾ നമ്മൾ കോട്ടയത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു റിമൈൻഡറും നമുക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. നമ്മൾ അന്വേഷിച്ച് വന്ന ആമ്പലിൻ്റെ ചെറിയ ഒരു മിനീസോ കൂട്ടവിടെ പൂത്ത് നിൽപ്പുണ്ട്. എന്ത് ഭംഗിയല്ലേ അത് കാണാൻ, അല്ലേ? അടിപൊളി. ഇതും കുറച്ച് കൂട്ടേ ഉള്ളൂ, പിന്നെ അങ്ങോട്ടെല്ലാം പാടമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെ നാട് തന്നെയാണ് കേട്ടോ. നമ്മുടെ പുഞ്ചക്കരിയൊക്കെ ഇതുപോലെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ആമ്പൽപ്പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നത് വളരെ കുറവായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. കൂടുതലും താമരപ്പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയലോരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവിടെ എവിടെയായിട്ട് ആമ്പൽപ്പൂക്കൾ പൂത്ത് നിൽക്കുന്നത് കണ്ടു. മലരിക്കലിൽ ചെന്നപ്പോൾ ആമ്പൽപ്പൂക്കളൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് ചെറിയൊരു വിഷമത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ വന്ന് ആമ്പൽപ്പൂക്കളൊക്കെ കണ്ടപ്പോൾ ആ ഒരു വിഷമമൊക്കെ ഒന്ന് മാറി ഭയങ്കര ഒരു സന്തോഷം എനിക്ക് തോന്നി തുടങ്ങി. ഇന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിൽ ഞങ്ങൾ വയലോരവും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഇവിടെ വരണം എന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. മലരിക്കലിൽ വെച്ച് പരിചയപ്പെട്ട ആളുകൾ പറഞ്ഞതിനനുസരിച്ച് ആ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ വ്യത്യാസം വരുത്തി. അവർ പറഞ്ഞതനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാമെന്ന് കരുതിയത്. ഇവിടെ വന്നപ്പോഴത്തേക്കും തന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ പൂക്കളൊക്കെ അടർത്തിയെടുക്കുന്നത് കൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ വിരിഞ്ഞിരിക്കുന്ന പൂക്കളൊന്നും നമുക്ക് കാണാനായിട്ട് ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം അവർ രാവിലെ തന്നെ പോയി കാണാൻ ഞങ്ങളോട് പറഞ്ഞത്. ഫോട്ടോസ് എടുക്കുന്നവരൊക്കെ ആവശ്യത്തിനനുസരിച്ച് പൂക്കളൊക്കെ അടർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ കണ്ടു നിന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നി, ഒരു പൂവെങ്കിലും അടർത്തിയെടുക്കണമെന്ന്. പൂവ് അടർത്തിയെടുക്കുന്നതിന് മുന്നേ തന്നെ വെള്ളത്തിൻ്റെ ആഴം ഒന്ന് മനസ്സിലാക്കാമെന്ന് കരുതി ഒരു കമ്പെടുത്ത് വെള്ളത്തിലേക്കൊന്ന് കുത്തി നോക്കിയപ്പോൾ നല്ല പോലെ ആഴം ഉണ്ടെന്ന് മനസ്സിലായി. അധികം അങ്ങോട്ട് റിസ്ക് എടുക്കാതെ ചെറിയൊരു ശ്രമം നടത്തി നോക്കാമെന്ന് കരുതി. ഒരേ ഒരു പൂ അടർത്തിയെടുക്കണം എന്നുള്ള ഉദ്ദേശമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആവേശം അങ്ങോട്ട് കൂടി തുടങ്ങിയപ്പോൾ ഒരു 3-4 പൂവൊക്കെ ഞങ്ങൾ അടർത്തിയെടുത്തു കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള പൂക്കളൊക്കെ ഞങ്ങളിപ്പോൾ ഒപ്പിച്ചിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ള ചെറിയൊരു വെയിലിൽ നമുക്ക് ഇവിടെ കുറേ നേരം നിൽക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ വെയിലാവും, നല്ല പോലെ ചൂടാവും. ആ ചൂടിൽ നമുക്കിവിടെ നിൽക്കാനേ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എന്തായാലും രാവിലെ കണ്ടതുപോലെയുള്ള മഴയുള്ള അന്തരീക്ഷം മാറിയിട്ട് നല്ല വെയിലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയലോരം എന്ന് പറഞ്ഞൊരു സ്ഥലമാണേ. നമ്മൾ മലരിക്കൽ ആമ്പൽപ്പാടത്തിൽ പോയപ്പോൾ അവിടെ പൂക്കളൊന്നും കണ്ടില്ല. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞ് ഇങ്ങോട്ടൊക്കെ വന്നാൽ ചിലപ്പം കിട്ടുമെന്ന്, പൂക്കളൊക്കെ കാണാൻ പറ്റും, അതായത് ആമ്പൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ വയലോരത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെറിയ തോടുകളുണ്ട്, അതിലൊക്കെ അത്യാവശ്യം ആമ്പൽ പൂക്കളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ ആവശ്യത്തിനൊക്കെ കുറച്ച് നമ്മൾ പറിച്ചിട്ടുണ്ട്. ഒരുപാട് നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ ഭയങ്കര വെയിലായി. നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. അതിനുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം.
നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പുഞ്ചക്കരി പോലെ രാവിലെയും വൈകുന്നേരവും മാത്രമല്ല സൺഡേസിലും ആക്റ്റീവ് ആവുന്ന ഒരു സ്ഥലമാണ് വയലോരം എന്ന് മനസ്സിലായി. അധികം ആളുകളെയൊന്നും നമ്മൾ ഈ ഒരു സമയത്തൂടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോസൊക്കെ എടുത്ത് നിന്നപ്പോൾ സമയം പെട്ടെന്ന് അങ്ങ് പോകുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചതേയില്ല. ഇപ്പം നല്ല വിശപ്പ് തോന്നുന്നുണ്ട്. ആ ഒരു വിശപ്പിലാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പോകുന്ന വഴിയിലൊന്നും ഒരു കടകളും ഓപ്പൺ ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സമയം ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തിൽ ട്രിവാൻഡ്രത്തൊക്കെ എല്ലാ കടകളും ആക്റ്റീവായി തുടങ്ങും. പക്ഷേ കോട്ടയം വന്നപ്പോൾ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിയത് രാവിലെ 10:30 ആയാലും അധികം അങ്ങോട്ട് കടകളൊന്നും ഓപ്പണായി വരില്ല എന്നുള്ളതാണ്. ഒരു 3-4 കിലോമീറ്ററൊക്കെ മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് വന്നെങ്കിലും ഈ വരുന്ന വഴിയിലൊന്നും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹോട്ടലൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അവസാനം നമ്മുടെ റൂമിനോട് ചേർന്ന് തന്നെ ഒരു ക്യാൻറ്റീൻ ഓപ്പൺ ആയിരിക്കുന്നത് കണ്ടു. ഇനി എന്തായാലും മുന്നോട്ട് പോകാതെ ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ള തീരുമാനത്തിലായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഒരടി മുന്നോട്ട് വയ്ക്കാനുള്ള എനർജി നമുക്കില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. കടലക്കറിയൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രുചി എനിക്ക് തോന്നുന്നുണ്ട്. ട്രിവാൻഡ്രം സ്റ്റൈലിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടൊക്കെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. അതിനുശേഷം അടുത്ത് പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം.